ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്ലാൻ അലോക്കേഷൻ 717 കോടിയാണ്. ഇത് പ്ലാൻ സ്പേസിൽ നിന്ന് ഇപ്പോൾ എടുത്ത ഡീറ്റെയിൽ ആണ്. ഇതുവരെയുള്ള ഫിനാൻഷ്യൽ പ്രോഗ്രസ് 3.76%. വേറെ കാശ് കൊടുത്തൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പ്ലാനിൽ നിന്ന് ഞാൻ എൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്ക്, എൻ്റെ പ്രസംഗം കേൾക്ക്. 3.76% എത്രയാ? അല്ലല്ല, അതാണ് 3.7. നിങ്ങൾ പറഞ്ഞത് 3.76%. അത് എത്രയാണ്? 3.76%. അല്ല, അതിൽ അപ്ഗ്രേഡ് ചെയ്താണ്. അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എഴുന്നേറ്റ വേറെ കാര്യം. സാർ, ഞങ്ങൾ ഈ പ്രമേയത്തിലൂടെ നോട്ടീസ് കൊടുത്തത് കേരളത്തിൻ്റെ ഗൗരവതരമായ ഈ ധനപ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്ത് സർക്കാർ അതിനുള്ള മറുപടി ഇവിടെ ചർച്ച വെച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാരണം വിശദമായി സർക്കാർ ഇത് ചർച്ച ചെയ്ത് വിശദമായ മറുപടിയും ഒരു പ്ലാനും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു പ്ലാനും ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ഈ ധനപ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ മറുപടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞത്. ഒരു ചെറുവിരൽ പോലും നികുതി പിരിവിൻ്റെ കാര്യത്തിലും ധൂർത്തിൻ്റെ കാര്യത്തിലും ധൂർത്ത് നിയന്ത്രിക്കാനോ ചെലവ് നിയന്ത്രിക്കാനോ നികുതി പിരിക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സാർ, ഈ സർക്കാർ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞാനും എൻ്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും. വോക്കൗട്ട് ചെയ്യും. ശ്രീ റോജി എം ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. പ്രമേയം തള്ളിയിരിക്കുന്നു. പ്രമേയം സഭ തള്ളിയിരിക്കുന്നു. പ്രതിപക്ഷം സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ധനമന്ത്രിയുടെ മറുപടിയാണ് നമ്മൾ നേരത്തെ കേട്ടത്. സംസ്ഥാനത്തെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലേക്ക് ഒരു ധനപ്രതിസന്ധി സംസ്ഥാനത്തില്ലെന്നും പക്ഷേ കേന്ദ്രത്തിന്റെ ചിറ്റമ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. ഒപ്പം തന്നെ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കൂടെ നിൽക്കാത്തതിനെയും വിമർശിച്ചുകൊണ്ടായിരുന്നു നേരത്തെ ധനമന്ത്രി സംസാരിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു.